ഗാന്ധിയെപ്പറ്റി എല്ലാവരും ആദ്യം ആലോചിക്കുന്ന ഒരു കാര്യം, ഗാന്ധി പറയുന്നതൊക്കെ പ്രായോഗികമാണോ എന്ന്, പ്രാക്ടിക്കലാണ്, ഒക്കെ ഐഡിയലിസ്റ്റിക് അല്ലേ, അതൊക്കെ ഇങ്ങനെ വായോണ്ട് പറയാം, അതൊക്കെ എഴുതാം. അല്ലാതെ നിത്യജീവിതത്തിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ അതൊക്കെ പ്രായോഗികമാണോ എന്ന് പറഞ്ഞാൽ, വേറെ ഒരു വാക്കിൽ പറഞ്ഞാൽ ഹിംസ ആണ് പ്രായോഗികം, അഹിംസ അപ്രായോഗികമാണ് എന്ന്. കാരണം നമുക്ക് പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാം? പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്നത് നമ്മൾ വാളെടുത്തിട്ട്, അല്ലെ തോക്കെടുത്തിട്ട്, അല്ലെങ്കിൽ പോർവിമാനങ്ങൾ ഉപയോഗിച്ചിട്ട്, അങ്ങനെ. ഇപ്പോൾ ജീവിതത്തിലാണ് കത്തി കൊണ്ടോ പരിഹരിക്കാം. ഇപ്പോൾ നമ്മുടെ സിനിമയിലൊക്കെ പരിഹരിക്കൽ അങ്ങനെയാണ്. അതിപ്പോൾ ഒരാൾ പത്രപ്രവർത്തകനാണ്, അല്ലെങ്കിൽ കലക്ടറാണ്, അല്ലെങ്കിൽ ഒരു അധ്യാപകനാണ്, അല്ലെങ്കിൽ പൊതുപ്രവർത്തകനാണ്. അയാളുടെ ചുറ്റുമുള്ള അനീതി, അക്രമം, അന്യായം ഒന്നും അദ്ദേഹത്തിന് വ്യവസ്ഥാപിത രീതിയിൽ പരിഹരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഉടനെ അദ്ദേഹം ഒരു ഗുണ്ടയായിട്ട് മാറും. അദ്ദേഹം ഒന്നുകിലൊരു ഒരു ഒരു മായാവിയായിട്ട്, അല്ലെങ്കിൽ ഒരു ഇരുട്ടടിക്കാരനായിട്ട്, അല്ലെങ്കിൽ നേർക്കുനേരെ വന്നിട്ടൊക്കെ അങ്ങനെ. അപ്പോൾ കാരണം ഗാന്ധിയെപ്പറ്റി പറയാറുള്ളത്, അദ്ദേഹത്തിൻ്റെ വിമർശകർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരാതികളിലൊന്ന് അദ്ദേഹത്തിന് ചരിത്രബോധമല്ല. ഗാന്ധി ഒരിക്കൽ ഫ്രാൻസിൽ വെച്ചിട്ട് ഒരാൾ ഗാന്ധിയോട് ചോദിച്ചിരുന്നു, ഗാന്ധി നിങ്ങൾക്ക് നാണമില്ലേ? അപ്പോൾ ഗാന്ധി ചോദിച്ചത്, എന്താ കാര്യം? 2000 കൊല്ലം മുമ്പ് ക്രിസ്തു പറഞ്ഞ അപ്രായോഗികമായ കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? അപ്പോൾ ഗാന്ധിയും ചിരിച്ചിട്ട് പറഞ്ഞു, അക്രമിക്ക് പകരമായിട്ട് അക്രമം കൊടുക്കരുത്, ഹിംസയ്ക്ക് പകരമായിട്ട് ഹിംസ കൊടുക്കരുത്, അഹിംസയാണ് കൊടുക്കേണ്ടതെന്നുള്ള പാഠം വളരെ ബുദ്ധിമുട്ടുള്ള പാഠമാണ്. അത് പഠിക്കാൻ 2000 കൊല്ലം ഒരു ചെറിയ കാലാവധിയല്ലേ എന്ന് ഗാന്ധി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തെപ്പറ്റി ഗാന്ധി എന്താണ് വിചാരിക്കുന്നത്? ഗാന്ധി ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് ചരിത്രമാണ് എഴുതിയത്? ആരുടെ ചരിത്രമാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? നിങ്ങൾ കൊണ്ടു നടക്കുന്നത് രാജാക്കന്മാരുടെ ചരിത്രമാണ്, ചക്രവർത്തിമാരുടെ, സമ്രാട്ടുകളുടെ, സേനാനായകന്മാരുടെ. എന്താണ് ആ ചരിത്രത്തിൽ പറഞ്ഞത്? അതിൽ പറയുന്നത്, ഇന്ന കൊല്ലം ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ആളും തമ്മിൽ യുദ്ധമുണ്ടായി, രാജാക്കന്മാർ തമ്മിൽ ഏറ്റുമുട്ടി, അല്ലെങ്കിൽ അവരുടെ സൈനികർ തമ്മിൽ ഏറ്റുമുട്ടി, എന്നിട്ട് ഒരു കൂട്ടർ ജയിച്ചു. പിന്നെന്താ? പിന്നെ ആ ജയിച്ചവൻ്റെ ചരിത്രമാണ് ചരിത്രം. കാരണം ആരാ ചരിത്രം പിന്നെ എഴുതുന്നത്? പിന്നെ എഴുതുന്നത് ജയിച്ചവരാണ്. ഇപ്പോൾ കുരുപാണ്ഡവ യുദ്ധം ആരാ ജയിച്ചത്? അത് പാണ്ഡവർ ജയിച്ചു. പിന്നെ ആരാ ചരിത്രം എഴുതുന്നത്? പിന്നെ പാണ്ഡവരാ എഴുതുന്നത്. അപ്പോൾ പാണ്ഡവർക്ക് വേണ്ട മാതിരി ആ ചരിത്രം എഴുതുക, എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഗാന്ധിയുടെ വാദം ഇത് ചരിത്രമേ അല്ല എന്ന്. എന്താ കാരണം? മനുഷ്യവംശത്തിൻ്റെ കഥ എന്ന് പറയുന്നത് യുദ്ധങ്ങളുടെ, പോരാട്ടങ്ങളുടെ, തോൽപ്പിക്കലുകളുടെ, കൊലപാതകങ്ങളുടെ ചരിത്രമല്ല. എന്നാ തെളിവ്? അങ്ങനെ മാത്രമായിരുന്നെങ്കിൽ എന്നേ ഈ ലോകം നശിച്ചു പോയേനെ, എന്നേ ഈ വംശം കുറ്റിയേറ്റു പോയേനെ. ഇവിടെ ഹിംസ ചെയ്യുന്നവരുണ്ട്, ആക്രമിക്കുന്നവരുണ്ട്, അധർമ്മം ചെയ്യുന്നവരുണ്ട്, അന്യായം ചെയ്യുന്നവരുണ്ട്. അവർ മാത്രമല്ല ഉള്ളത്. അത് ഹിംസയെ അഹിംസ കൊണ്ട് നേരിടുന്നവരും, വെറുപ്പിനെ സ്നേഹം കൊണ്ട് നേരിടുന്നവരും, അക്രമത്തെ ക്ഷമ കൊണ്ട് നേരിടുന്നവരും ആയ എത്രയോ തലമുറകൾ, എത്രയോ നൂറ്റാണ്ട് കാലം ഇവിടെ ജീവിച്ചു എന്നുള്ള തെളിവാണ് ഈ മനുഷ്യവംശം തന്നെ. അപ്പോൾ അതൊന്നും ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി ഉദാഹരണം പറയാം, ഗാന്ധി പറഞ്ഞ ഉദാഹരണമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ എന്താണ് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത്? 1526 മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ വെച്ച് ഇബ്രാഹിം ലോധിയെ ബേബർ തോൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹം മുഗള വംശം സ്ഥാപിച്ചു എന്നാണ്. 1757 പ്ലാസി യുദ്ധം ജയിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കാലുറപ്പിച്ചു എന്നാണ്. 1792 മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു ബ്രിട്ടീഷുകാരോട് തോറ്റു. അതിൻ്റെ ഭാഗമായി ശ്രീരംഗപട്ടണത്ത് വെച്ച് നടന്ന സന്ധി അനുസരിച്ച് ടിപ്പു മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. കണ്ടോ? യുദ്ധത്തിൽ ആര് തോറ്റു, ആര് ജയിച്ചു? യുദ്ധം ചെയ്യാത്തവരുണ്ട്. യുദ്ധം ചെയ്യാത്ത ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ തലമുറകളുണ്ട്. ആ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് നീണ്ടു ചെല്ലുന്ന സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, ദയയുടെ, അഹിംസയുടെ കഥയുണ്ട്. അതെവിടെ? അതൊരു ചരിത്രം നോക്കിയാൽ കാണില്ല. അപ്പോൾ ഗാന്ധി അതെന്ത് ചരിത്രമാണെന്ന്, അതെന്ത് ചരിത്രമാണ്?
അപ്പോൾ മനുഷ്യവംശത്തിൻ്റെ ചരിത്രം ഈ ഹിംസയുടെ ചരിത്രമാണ് എന്ന് പറഞ്ഞാൽ അത് എത്ര ഭാഗികമാണ്. അതെവിടെ ഇരുന്ന് എഴുതി? അത് തലസ്ഥാന നഗരങ്ങളിലിരുന്ന് രാജാക്കന്മാരുടെ ആസ്ഥാന പണ്ഡിതന്മാരെഴുതി. ആർക്ക് വേണ്ടി എഴുതി? ആ രാജാക്കന്മാർക്ക് വേണ്ടി എഴുതി. അവരുടെ പെരുമ, അവരുടെ മഹിമ, അവരുടെ കീർത്തി നിലനിർത്താൻ വേണ്ടി എഴുതി. എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കീർത്തിയിൽ ഏറ്റവും പ്രധാനം എന്താണ്? ആലോചിച്ച് നോക്കൂ. ഇന്ദിരാഗാന്ധിയുടെ മഹിമയെപ്പറ്റി പറയുമ്പോൾ ആളുകൾ ഒന്നാമതല്ലേ രണ്ടാമത് പറയും. 1971 അവർ ബംഗ്ലാദേശ് യുദ്ധം ജയിച്ചു ആണല്ലോ. അലക്സാണ്ടറെ എന്താ വിളിക്കുന്നത്? മഹാനായ അലക്സാണ്ടർ എന്നാ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. എന്താ കാരണം? അതേ ഒരു യുദ്ധവും തോറ്റിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനുണ്ട് അരിസ്റ്റോട്ടിൽ, മഹാപണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെയും ഗുരുനാഥനുണ്ട് പ്ലേറ്റോ, മഹാപണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെയും ഗുരുനാഥനുണ്ട് സോക്രട്ടീസ്. അവരെ ആരെങ്കിലും ചരിത്രത്തിൽ എപ്പോഴെങ്കിലും സോക്രട്ടീസ് ദ ഗ്രേറ്റ് എന്ന് പറയാറുണ്ട്? സോക്രട്ടീസ് മഹാനാണ് എന്ന് പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട്. പ്ലേറ്റോ പറഞ്ഞത് മനോഹരമായിട്ട് പറയും. പ്ലേറ്റോ എന്താ പറഞ്ഞത്? സോക്രട്ടീസ് ആയതുകൊണ്ട് മാത്രം മഹാനായിരിക്കുന്നു എന്നാണ്. അല്ല, ഇന്ന ഒരു പുസ്തകം എഴുതി, ഒരു പുസ്തകവും സോക്രട്ടീസ് എഴുതിയിട്ടില്ല. ഇന്നൊരു പ്രത്യേക കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരു കാര്യമല്ല, അനേകായിരം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പ്ലേറ്റോ പറയാണ് സോക്രട്ടീസ് ഈസ് ഗ്രേറ്റ് ഫോർ ബീയിങ് സോക്രട്ടീസ്. അദ്ദേഹം സോക്രട്ടീസ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ മഹാനായിരിക്കുന്നു എന്നാണ്. നമ്മളങ്ങനെ പറയാറില്ല, ഇപ്പോഴും പറയാറില്ല, അന്നും പറയാറില്ല. സോക്രട്ടീസ് ക്രിസ്തുവിന് 400 കൊല്ലം മുമ്പ് മരിച്ചുപോയതല്ല, അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊന്നതാണ്. എന്താ കൊല്ലാൻ കാരണം? അദ്ദേഹം സത്യം പറയണമെന്ന് പറഞ്ഞു, സത്യം പാലിക്കണമെന്ന് പറഞ്ഞു, സത്യം വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു. അതാണ് സത്യം പാലിക്കണം എന്ന് പറഞ്ഞ ആളെ നമ്മൾ കൊല്ലുക അല്ലേ? ആണ്. ഇപ്പം നമ്മൾ സോക്രട്ടീസിനെ കൊന്നു, ക്രിസ്തുവിനെ കൊന്നു, ഗാന്ധിയെ കൊന്നു. സാധാരണഗതിയിൽ അക്രമം കാണിക്കുന്ന ആളുകളെ കൊന്നതായിട്ട് കേൾക്കുന്ന അപൂർവം. അപ്പോൾ ഹിറ്റ്ലർ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ്. സ്റ്റാലിൻ അദ്ദേഹത്തെ ആരും കൊന്നിട്ടില്ല, അദ്ദേഹം വെട്ടിക്കെടുത്ത് മരിച്ചതാണ്. അല്ലെ മാവോ, അദ്ദേഹത്തെ ആരും കൊന്നിട്ടില്ല. അപ്പോൾ ഹിംസാലുക്കളാണ് ചരിത്രത്തിൽ കൊണ്ടാടപ്പെടുന്നത്. അപ്പം നമ്മൾ ധരിക്കുന്നത് അതാണ് പ്രായോഗികം. അത് പ്രായോഗികമാണോ എന്നാണ് നമുക്ക് ആലോചിക്കാനുള്ളത്. കാരണം ഗാന്ധി പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്രായോഗികമാണ് എന്ന് പറയുമ്പോൾ ഗാന്ധി പറഞ്ഞതിന് വ്യത്യസ്തമോ വിരുദ്ധമായി പെരുമാറിയ ആളുകളുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് മാവോവിനെ എടുക്കാം. മാവോവിൻ്റെ ഒരു വചനം വളരെ പ്രധാനമാണ്. എന്താ അത്? അധികാരം തോക്കിൻ കുഴലിലൂടെ എന്നാണ്. എങ്ങനെ? അധികാരം തോക്കിൻ കുഴലിലൂടെ. അഹിംസയുടെ ഏറ്റവും വലിയ ഒരു കാഹളവാദനം ആയിട്ട് ഞാൻ കേട്ടൊരു വാക്യമാണത്. അധികാരം തോക്കിൻ കുഴലിലൂടെ. പ്രത്യയശാസ്ത്രത്തിന് വ്യത്യാസമുണ്ട് എന്നല്ലാതെ താലിബാനുമായിട്ട് രീതിശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ എന്ത് വ്യത്യാസമാണ് അതിനുള്ളത്? അനുചോക്കൂ. എന്തിനു വേണ്ടിയാണ് അധികാരം നേടുന്നത്? മാവോ നേടുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ഭരണം സ്ഥാപിക്കാൻ വേണ്ടിയാണെന്ന്. എങ്ങനെ സ്ഥാപിച്ചു? തോക്കുകളിലൂടെ സ്ഥാപിച്ചു, ആയുധമെടുത്ത് സ്ഥാപിച്ചു. അപ്പോൾ പ്രത്യയശാസ്ത്രം എന്താണ്? കമ്മ്യൂണിസം. പിന്നെ താലിബാന്റെ പ്രത്യയശാസ്ത്രം എന്താ? അത് ഇസ്ലാമിസ്റ്റ് ഭരണമാണ്. അവരും ആയുധം എടുക്കാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് താലിബാൻ അധികാരം പിടിച്ച ഉടനെ ആദ്യം അത് തിരിച്ചറിയുന്നത്, അതിനെ അംഗീകരിക്കുന്ന ആരാണ്? ചൈനയാണ്. കാരണം അവർക്ക് പ്രത്യയശാസ്ത്രത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, രീതിശാസ്ത്രത്തിൻ്റെ വ്യത്യാസമല്ല. മെത്തഡോളജി, രീതിശാസ്ത്രം ഒന്നാണ്. അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തത്വം എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്ത് അവസാനിപ്പിക്കലാണ്. കാരണം ഉൽപാദന യന്ത്രങ്ങൾ, ഉൽപാദനോപകരണങ്ങൾ, ഉൽപാദന കേന്ദ്രങ്ങൾ പൊതു ഉടമസ്ഥയിൽ വരിക. പിന്നെ അതിൻ്റെ വിതരണം, അതിൻ്റെ വിനിമയം, അതിൻ്റെ വ്യാപാരം ഒക്കെ പൊതു ഉടമസ്ഥയിൽ കൊണ്ടുവരിക. അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് പറഞ്ഞാൽ. ചൈനയിൽ അതാണോ ഉണ്ടായത് എന്ന് ഇന്ന് ആലോചിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. അതിൻ്റെ നേർവിപരീതമാണ് അവിടെ പിന്നെ കാര്യങ്ങൾ വന്നത്. ഇന്നിപ്പോൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വാക്കുണ്ട്, അതില്ലാന്ന് ഞാൻ പറയില്ല. അവിടെ ചുവന്ന കൊടിയുണ്ട്, അരിവാൾ ചുറ്റിക നക്ഷത്രമൊക്കെ ഉണ്ടാവും, പേരും അതായിരിക്കും. പക്ഷേ അവിടെ സ്വകാര്യ സ്വത്ത്, മൂലധനത്തിൻ്റെ ഏകീകരണം, അതിൻ്റെ കേന്ദ്രീകരണം, കുത്തകവൽക്കരണം, ഇതൊക്കെ പിന്നെ കൂടിക്കൂടി വരികയാണ്. അമേരിക്കയിലെ മുതലാളിമാർ, വ്യവസായികൾ, വ്യാപാരികൾ ഏറ്റവും അധികം
ചെല്ലാൻ ആഗ്രഹിക്കുന്ന പ്രദേശം ഇന്ന് ചൈനയാണ്. കാരണം അവർക്ക് ഏറ്റവും സൗകര്യം അവിടെയാണ്. അമേരിക്കയ്ക്കുള്ള വെല്ലുവിളി ചൈന ഉയർത്തുന്നത് എങ്ങനെയാണ്? ഈ വഴിക്കാണ്. കാരണം അമേരിക്കയിലുള്ള അളവിലുള്ള ഇൻകം ടാക്സോ സെയിൽ ടാക്സോ ഒന്നും ചൈനയിലില്ല. അപ്പോൾ അവിടുത്തെ കുത്തകകളെ വളർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഇന്ന് ചൈനയിലുണ്ട്. അതിപ്പോൾ ആളുകൾ അംഗീകരിക്കുകയോ ആളുകൾ സത്യം സമ്മതിക്കുകയോ എനിക്ക് അറിഞ്ഞൂടാ. സംഗതി അതാണ്. അത് വലിയൊരു സാമ്പത്തിക ശക്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഒന്നാമത്തെ ശക്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേര് കമ്മ്യൂണിസം എന്നാണ് എന്നുള്ളതുകൊണ്ട് വല്ല പുണ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ റഷ്യയിലെ കഥ എന്തായിരുന്നു? അവിടെ ഇന്ത്യയിലും റഷ്യയിലും ഏതാണ്ട് ഒരേ കാലത്താണ് ഈ ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള സംഘർഷങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ 1917 റഷ്യയിൽ വിപ്ലവം വിജയിച്ചു. സായുധ സമരമാണ്. ഇന്ത്യയിലോ അത് നിരായുധ സമരമായിരുന്നു. എന്താ കാരണം? ഗാന്ധിയാണ് എൻ്റെ നേതൃത്വം. അദ്ദേഹത്തിന് സായുധ സമരം അംഗീകരിക്കാൻ പറ്റില്ല. 1920 അദ്ദേഹത്തിൻ്റെ നിസ്സഹകരണ പ്രസ്ഥാനം അദ്ദേഹം പിൻവലിക്കുന്നത് ചൗരിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ തീ കൊടുത്ത് 10-20 പോലീസുകാരെ പച്ചയ്ക്ക് കത്തിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ 30 നിയമലംഘന പ്രസ്ഥാനം, 42 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ക്വിറ്റ് ഇന്ത്യയിൽ കുറച്ച് ഹിംസൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ, ഞാനതില്ല എന്ന് പറയില്ല. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആ സായുധ കലാപങ്ങൾ കൊണ്ടല്ല, എന്നിട്ട് നിരായുധ സമരം കൊണ്ടാണ്. റഷ്യയിൽ 1917 അത് കിട്ടി. അവിടുത്തെ സാർ ഭരണം അവസാനിച്ചു. ബ്രിട്ടീഷ് കോളനി വാഴ്ച 47 ഇന്ത്യയിൽ അവസാനിച്ചു. 30 കൊല്ലത്തിൻ്റെ മാറ്റമുണ്ട്. ഇപ്പം ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടത് അവിടെ പിന്നെ USSR എന്നൊരു സംഭവം ഉണ്ടാവുകയാണ്. യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. റഷ്യ, ലിത്വാനിയ, ലാത്വിയ, എസ്തോണിയ, അസർബൈജാൻ, ആർമീനിയ, താജിക്കിസ്ഥാൻ, അങ്ങനെ അതൊക്കെ കൂട്ടിച്ചേർക്കുക. കാരണം അവിടെ ഒരു വിപ്ലവ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അവിടെ സോവിയറ്റ് റഷ്യ എന്ന് പറഞ്ഞിട്ട് റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു നിലയ്ക്കൊരു ചെറിയ സാമ്രാജ്യം തന്നെ ഉണ്ടാവുക. ഇന്ത്യയിൽ 500ഓളം നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ഇന്ത്യൻ യൂണിയൻ ഉണ്ടാക്കി. പ്രധാനമായിട്ടും വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ആയുധെടുത്തൊരു പോരാട്ടം ഉണ്ടായിട്ടില്ല. ഹൈദരാബാദിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഒരു പോലീസ് ആക്ഷൻ ഉണ്ടായിരുന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. സാമാന്യമായിട്ടില്ല. 91 USSR പൂർണ്ണമായും ശിഥിലമായി. ഇന്നിപ്പോൾ റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യങ്ങൾക്ക് വേറെ രാജ്യങ്ങളാണ്. അസർബൈജാൻ, ആർമീനിയ, ലിത്വാനിയ, ലാത്വിയ കേട്ടോ. ഇന്ത്യ ഇന്നിവിടെ ബാക്കിയുണ്ട്. ഈ 500 ഇവിടെ ഒരു പ്രശ്നമില്ലാന്നൊന്നും അല്ല ഈ പറയുന്നത്. ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന അന്നത്തെ 500ഓളം നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടായ രാജ്യം ഇന്നിവിടെ ഉണ്ട്. നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യൻ ദേശീയത എന്നൊരു സാധനമുണ്ട്. USSR എന്നൊരു സാധനമുണ്ടോ? ഇല്ല. അവിടെ ഞാൻ ജീവിതത്തിൽ 2 തലക്കെട്ട് കണ്ടാണ് ഞാൻ അമ്പരന്നത്. 2 മലയാള മനോരമയിൽ കണ്ട രംഗം എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് 69 മനുഷ്യൻ ചന്ദ്രനിറങ്ങി എന്നുള്ള, ഞാൻ പ്രീതിക്ക് പിടിക്കുമ്പോഴാണ് മനുഷ്യൻ ചന്ദ്രനിറങ്ങി. അത് ഇറങ്ങി എന്നാവുന്നവരെ ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് അക്കാലത്ത്. 19 കൊല്ലം മുമ്പാണ് ആലോചിക്കണം. വേറെ ഞാൻ കണ്ടത് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചു എൽസിൻ്റെ കാലത്ത്. കണ്ടോ? ഇന്നിപ്പോൾ പുടിൻ ഭരിക്കുന്നത് കമ്മ്യൂണിസത്തിൻ്റെ പേരിലല്ലല്ലോ. അല്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. അപ്പോൾ ആയുധമെടുത്ത് കലാപം നടത്തി, വിപ്ലവം നടത്തി സ്ഥാപിച്ച കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾക്ക് എന്ത് പറ്റുന്നു? അവിടെയൊക്കെ പേര് ബാക്കിയുണ്ട്, കാര്യം വേറെയാണ്. അല്ലെ പേരും കൂടി ബാക്കിയില്ല എന്ന തരത്തിൽ ആണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്ന. അങ്ങനെയാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഏറ്റവും അധികം ഗാന്ധിക്ക് ചരിത്രബോധമല്ല, ഗാന്ധി പറഞ്ഞതൊന്നും പ്രായോഗികമല്ല എന്ന് പറഞ്ഞിരുന്നത്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം അത്. അപ്പോൾ ആയുധം കൊണ്ട് നേടിയത്, ഹിംസ കൊണ്ട് നേടിയത് വളരെ അല്പായുസാണ്. ഗാന്ധി അന്ന് പറയുന്നുണ്ട്, ഹിംസ കൊണ്ട് ഒരു കാര്യമില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം തന്നെ അതാണ്. അത് 2000 കൊല്ലം മുമ്പ് ക്രിസ്തു പറഞ്ഞാണ്. നേരത്തെ പറഞ്ഞ കഥയിലെ ഫ്രാൻസിലെ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചാൽ മതി. അതിന് 500 കൊല്ലം മുമ്പ് ബുദ്ധനെ പറഞ്ഞിരുന്നു.
ഗാന്ധി ആത്മകഥയെ പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്ന ഒരു ആയുധമില്ല. അങ്ങനെ ഒരു ആയുധം ഉണ്ടെങ്കിൽ ഞാൻ ആയുധം എടുക്കാൻ പറഞ്ഞേനെ. അങ്ങനെ ഒരു ആയുധമില്ല. ഇപ്പം ഏറ്റവും പുതിയ ഉദാഹരണം നോക്കും. ഏറ്റവും പുതിയ ഉദാഹരണം ഇപ്പം നമുക്ക് താലിബാൻ എടുക്കാം. എന്താ അവിടെ ഉണ്ടായത്? ഞാൻ എൻ്റെ വിസ്തരിക്കാൻ നിൽക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും പെട്ടെന്ന് ഓർക്കാവുന്ന ആലോചിക്കാവുന്ന ഒരു ചെറിയ പോയിന്റ് മാത്രമേ ഞാൻ പറഞ്ഞു. 1979 കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണം ഇല്ലാതെയാക്കാൻ വേണ്ടി അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ഇടപെടുന്നു. എങ്ങനെ ഇടപെടുന്നത്? അവിടുത്തെ മതപാഠശാലകളിൽ മതമൗലികവാദത്തെ ഇതിന് എതിരായിട്ടുള്ള ഒരു ആശയമായിട്ട് രൂപീകരിക്കുകയും അവർക്ക് ആയുധ പരിശീലനം കൊടുക്കുകയും അവർക്ക് സമ്പത്ത് കൊടുക്കുകയും നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ മറിച്ചിട്ടു അതിൻ്റെ തലവനായിരുന്ന നജീബുള്ളയെ കൊന്ന് കെട്ടിത്തൂക്കി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വരികയാണ്. ആര്? അവിടെ പോരാട്ടങ്ങൾ നടക്കണം. 96-2001 താലിബാൻ അധികാരത്തിൽ വരുന്നു. താലിബാൻ എന്ന് പറയുന്നത് ആയുധത്തിൻ്റെ ഭാഷ മാത്രം തിരിയുന്ന ഒരു പൈശാചിക സംഘമാണ്. 2001 അമേരിക്ക വീണ്ടും ആയുധം ഉപയോഗിച്ച് അവരെ തുരത്തുന്നു. ഇപ്പോൾ അന്ന് ആ വർഷം ന്യൂയോർക്കിലെ ലോക വ്യാപാര കേന്ദ്രം തകർത്ത് കളഞ്ഞത് അൽ ഖായിദയാണെന്നും അൽ ഖായിദയുടെ അന്നത്തെ തലവൻ ഉസാമ ബിൻ ലാദന് അഫ്ഗാനിസ്ഥാനിൽ അഭയം കൊടുത്തു എന്നും പറഞ്ഞിട്ടാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് അമേരിക്കൻ സൈന്യം വരുന്നത്. പിന്നെയും 10 കൊല്ലം കഴിഞ്ഞ് പാകിസ്ഥാനിലെ അബട്ടാബാദിൽ വെച്ചിട്ടാണ് ഉസാമ ബിൻ ലാദനെ അവർ കൊന്നുകളയുന്നത്. കണ്ടോ? പിന്നെ ഇപ്പം 20 കൊല്ലമായി. ഇപ്പം എന്താ ഉണ്ടായത്? ഇപ്പം താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നു. കണ്ടോ? ഒരു പ്രശ്നം പരിഹരിച്ചില്ല. എത്രയോ ലക്ഷം ആൾ മരിച്ചു. ആരുടെയും ഒരു പ്രശ്നവും പരിഹരിച്ചില്ല. അപ്പം ഹിംസ കൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ ചരിത്രമാണ്. നമുക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ കാര്യം ആലോചിച്ചു. ജന്മിത്വം എങ്ങനെ അവസാനിപ്പിക്കുക? ജന്മിമാരെ കൊന്നാൽ ജന്മിത്വം അവസാനിക്കുമോ? ഇല്ലല്ലോ. ജന്മിയെ കൊന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ ജന്മിയാവും, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുമകൻ ജന്മിയാവും, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജന്മിയാവും. രാജാവിനെ കൊന്നാൽ രാജാധിപത്യം അവസാനിക്കുമോ? ഇല്ല. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ രാജ്ഞിയായിട്ട് വരും, അല്ലെങ്കിൽ മകൻ വരും രാജാവായിട്ട്, അല്ലെങ്കിൽ മകൾ വരും രാജകുമാരിയായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ജന്മിത്വം അവസാനിച്ചു. എങ്ങനെ അവസാനിച്ചത്? ജന്മിമാരെ കൊന്നിട്ടാണോ? ജന്മിമാരെ കൊന്നിരുന്നു, അതുകൊണ്ട് ജന്മിത്വം അവസാനിച്ചിട്ടില്ല. ജന്മിത്വം അവസാനിച്ചത് എങ്ങനെയാണ്? ജനാധിപത്യത്തിൻ്റെ രീതിയിൽ 1957 EMSന്റെ ഗവൺമെൻറ്, ഒന്നാം EMS ഗവൺമെൻറ് ആരംഭം കുറിക്കുകയും 1967 രണ്ടാം EMS ഗവൺമെൻറ് പൂർത്തിയാക്കുകയും ചെയ്ത ഭൂപരിഷ്കരണ നിയമം കൊണ്ടാണ്. 1970 ജനുവരി 1-ാം തീയതി ഭൂപരിഷ്കരണം പൂർത്തിയായി എന്ന് കേരള ഗവൺമെൻറ് വിജ്ഞാപനം വരുന്നു. അപ്പം അതിനു മുൻപ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്തോ കമ്മ്യൂണിസ്റ്റ് ആശയപ്രചരണത്തിൻ്റെ കാലത്തോ ജന്മിവിരുദ്ധ സമരങ്ങളുടെ കാലത്തൊക്കെ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കൊലപാതകം കൊണ്ടൊന്നും ജന്മിത്വം അവസാനിച്ചിട്ടില്ല. അപ്പോൾ മലബാറിലാണെങ്കിൽ 1836 തൊട്ട് 1921 വരെ പല കലാപങ്ങളുണ്ട്. ആ ഒരു കലാപം കൊണ്ടും ജന്മിത്വം അവസാനിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇന്നിപ്പോൾ മലബാർ കലാപത്തിൻ്റെ 100-ാം വാർഷികം ആചരിക്കുന്ന കാലം. അപ്പം അന്ന് 6 മാസക്കാലം മലബാറിൽ ബ്രിട്ടീഷ് രാജില്ല, ബ്രിട്ടീഷുകാരുടെ ഭരണമില്ല. ചില ബ്രിട്ടീഷുകാരെ കൊന്നു, അനേകം ജന്മിമാരെ കൊന്നു, അനേകം കാര്യസ്ഥന്മാരെ കൊന്നു. പിന്നെ അവരെ സഹായിച്ച ജന്മിമാരെയോ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആളെ കൊന്നു. ചിലരത് അത് വർഗീയ കലാപമായിട്ട് വഴിതെറ്റുകയും ചെയ്തു. എന്ത് ഫലമുണ്ടായി? അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഔട്ട്കം, അത് ഉൽപ്പാദിപ്പിച്ച ഫലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് ആലോചിക്കണ്ടേ? ചരിത്രത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിക്കണ്ടേ? എന്താ പഠിച്ചത്? അപ്പോൾ പണ്ടേ മനുഷ്യൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ് ഹിംസ കൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കാം. ഹിംസ കൊണ്ട് പരിഹരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അമേരിക്ക അവരിവിടുന്ന് എന്താ പഠിച്ചത്? അമേരിക്ക എപ്പോഴെന്താ പഠിച്ചത്? ലോകയുദ്ധങ്ങളുണ്ടായി. 1-ാം ലോകയുദ്ധം എന്ന് നമ്മൾ ഇന്ന് പറയുന്നതിന് അന്ന് ലോകയുദ്ധം, 1-ാം ലോകയുദ്ധം എന്ന് പറയാറില്ല. എന്താ കാരണം? അതെന്ന് പറഞ്ഞാൽ വലിയ യുദ്ധം, മഹത്തായ യുദ്ധം,
ദ ഗ്രേറ്റ് വാർ. എന്തിനാണ്? എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനുള്ള യുദ്ധം എന്നാണ് പറഞ്ഞത്. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനുള്ള യുദ്ധം. 1918 അവസാനിച്ചു. 1914 തൊട്ട് 18 വരെയാണ് ഒന്നാം ലോകയുദ്ധം. രണ്ടാം ലോകയുദ്ധം 39 തൊട്ട് 45 വരെ. അത് വന്നപ്പോഴാണ് ഒന്നാം ലോകയുദ്ധം എന്ന് പേര് പറഞ്ഞത്. രണ്ടാമത്തെ വരുമ്പോഴാണ് ഒന്നാമത്തെ പറഞ്ഞത്. ഇപ്പം മൂന്നാം ലോകയുദ്ധം ഇല്ലാത്ത എന്തുകൊണ്ടാണ്? എൻ്റെ തോന്നൽ മൂന്നാം ലോകയുദ്ധം ഉണ്ടായാൽ പിന്നെ ഈ ഭൂമി ബാക്കി ഉണ്ടാവില്ല. കാരണം രാസായുധങ്ങൾ, ജൈവായുധങ്ങൾ, മറ്റതുപോലുള്ള അനേകം നമുക്ക് പേരറിയുന്നതും അറിയാത്തതായ അനേകം അപകടം പിടിച്ച ആയുധങ്ങൾ പല രാജ്യങ്ങളുടെയും കയ്യിലുണ്ട്. ഇപ്പോൾ ഉത്തര കൊറിയയുടെ കയ്യിൽ എന്താ ഉള്ളത് എന്ന് അമേരിക്കയ്ക്ക് അറിയില്ല. അമേരിക്കയുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് അവർക്കും അറിയില്ല. പാകിസ്ഥാൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഇന്ത്യക്ക് അറിയില്ല. ഇന്ത്യയുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് പാകിസ്ഥാൻ അറിയില്ല. കുറച്ചൊക്കെ അറിയുന്നുണ്ടാവും, കുറച്ചൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മൂന്നാം ലോകയുദ്ധം ഉണ്ടായാൽ ഈ ഭൂമി ധൂളിധൂസരമായി പോകുന്ന മട്ടിൽ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ആളുകൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇലക്ഷൻ തോറ്റ് രണ്ടാം ഊഴം കിട്ടാതെ പോയ ഡൊണാൾഡ് ട്രംപില്ലേ, അദ്ദേഹം ഉത്തര കൊറിയയായിട്ട് ഒന്ന് കൊമ്പ് കുലുക്കി നോക്കിയതാണ്. ഭാഗ്യവശാൽ യുദ്ധം ഉണ്ടായില്ല. ഇപ്പോഴും ഹിംസ ധാരാളം നടക്കുന്നു, ആഭ്യന്തര കലാപങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ വല്ല പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പ്രശ്നം? ഇപ്പോൾ മുസ്ലിം ലോകത്ത് എങ്ങുള്ള ഒരു സംഘർഷത്തിൻ്റെ കാരണമാണെന്ത്? സുന്നി ഷിയ വഴക്ക്. സുന്നികൾ ഒരു വിഭാഗമാണ്, ഷിയാക്കൾ വേറെ വിഭാഗമാണ്. അവർ തമ്മിൽ വഴക്കാണ്. എത്രയായി? 1400 കൊല്ലമായി വഴക്കാണ്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ മുഹമ്മദ് നബി മരിച്ച അന്ന് തുടങ്ങിയതാണ് സുന്നി ഷിയ വഴക്ക്. എന്താ കാരണം? നബിയുടെ കാലശേഷം ആരാണ് ഭരണാധികാരി ആവേണ്ടതെന്നുള്ളതാണ് ആ തർക്കത്തിൻ്റെ ഏറ്റവും ആധാരഭൂതമായ ആശയം. അപ്പോൾ അതാണ് അധികാരമാണത്, രാഷ്ട്രീയമാണത്. തർക്കത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് അധികാരമാണ്. അപ്പോൾ അധികാരത്തിന് വേണ്ടിയാണ് പോരാട്ടങ്ങളൊക്കെ. അപ്പോൾ ആര് ചോദിക്കും? ഇപ്പോൾ നമ്മൾ വളരെ കൊണ്ടാടുന്ന ഒന്നാണ് ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച അതാണ്. ലോകത്തിലെ അനേകം ജനപദങ്ങളുടെ മുന്നേറ്റത്തെ പ്രചോദിപ്പിച്ച ചരിത്ര സംഭവമാണ്. 18-ാം നൂറ്റാണ്ടിലാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1789. 1789 അവിടെ ജനാധിപത്യം കൊണ്ടുവരാൻ വേണ്ടി ഈ പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്തത്? ആയുധമെടുത്തു, യുദ്ധം ചെയ്യുകയാണ്. അപ്പം എന്തുണ്ടായി? യുദ്ധപ്രഭുവായ ഒരുത്തം വരുന്നു, ആര്? നെപ്പോളിയൻ. പിന്നെ 15 കൊല്ലം അദ്ദേഹത്തിൻ്റെ ഭരണമാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. 15 കൊല്ലം അദ്ദേഹത്തിൻ്റെ ആത്മകഥയായിട്ട് യൂറോപ്പിൻ്റെ ചരിത്രം അദ്ദേഹം മാറ്റി. ആ സ്ഥാനത്ത് ആശയം കൊണ്ടാണ് പോരാടിയിരുന്നെങ്കിൽ, ആശയം കൊണ്ടാണ് പ്രക്ഷോഭം ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? കാര്യം വ്യത്യാസമാവുമല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഗാന്ധിയെ പറ്റി ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഹിംസ പ്രായോഗികമാണോ എന്ന് ആലോചിക്കുന്നതിന് മുമ്പേ ആലോചിക്കേണ്ടത് ഹിംസ പ്രായോഗികമല്ല എന്നുള്ള പാഠമാണ്. പിന്നെ എന്തെങ്കിലും പ്രായോഗികമാവെങ്കിൽ അഹിംസയാണ്. താമസമുണ്ടാവും, കുറച്ച് വൈകും. ഞാൻ പറഞ്ഞില്ലേ, റഷ്യയിൽ അത് വിജയിക്കുന്നത് 1917. ഇന്ത്യയിൽ വിജയിക്കാൻ പിന്നെ 30 കൊല്ലം കഴിഞ്ഞു. താമസമുണ്ട്, ക്ഷമ വേണം. അപ്പോൾ നമുക്ക് ലോകത്തെ മാറ്റണം, സമൂഹത്തെ മാറ്റണം, അധികാരത്തെ മാറ്റണം. അപ്പോൾ അധികാരത്തിൽ നിന്ന് ഒരാളെ ഒഴിവാക്കുന്നത് എങ്ങനെയാണ്? അതിപ്പോൾ താലിബാൻ്റെ സിദ്ധാന്തം അനുസരിച്ചാണെങ്കിൽ അത് ആയുധം കൊണ്ട് നേടുന്നതാണ്. അത് വലിയ തമാശ. അതായത് ദൈവരാജ്യം ആണ് അവരതിനെ വിളിക്കുന്നത്. എന്താണ്? ദൈവത്തിൻ്റെ ഭരണം എന്നാണ്. ശരീഅത്ത് അനുസരിച്ചാണ് അവർ ഭരിക്കാൻ അവർ പറയുന്നത്. എനിക്ക് തമാശ ഒന്നാണ്. എന്താ കാരണം? ഇഹലോകത്തും പരലോകത്തും സ്വർഗം നേടുന്ന ഒന്നാണ് ശരീഅത്ത് എന്നാണ് അവരുടെ വിശ്വാസം. അവിടെ 99% മുസ്ലിങ്ങളാണ്. എന്നിട്ട് ആ താലിബാൻ വരുമ്പോൾ അവിടുന്ന് ആളുകൾ ഓടി രക്ഷപ്പെടുകയാണ്. അറിയിച്ചു നോക്കൂ, ഹിംസയാണ് വരുന്നത്, തോക്കാണ് വരുന്നത്, പോർ വിമാനങ്ങളാണ് വരുന്നത്. ലോക ചരിത്രത്തിലില്ലാത്ത മാതിരി വിമാനങ്ങളുടെ പുറത്തും ടയറിനുള്ളിലും അതിൻ്റെ ചെറുകൻ്റെ മുകളിലൊക്കെ തൂങ്ങി പിടിച്ചിട്ട് ആളുകൾ ഒരു ലോറിയിൽ കയറുന്ന ഒരു വിമാനത്തിൽ കയറുകയാണ്. എന്നിട്ട് കണ്ട് സഹിക്കാൻ വയ്യ, ആളുകൾ അതിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുകയാണ്. 6-7 ആൾ ആ വിമാനത്തിൽ നിന്ന് വീണ് മരിച്ചായിട്ട് നമ്മൾ നവമാധ്യമങ്ങളിൽ കണ്ടു. അപ്പോൾ ഒരു പ്രശ്നവും യുദ്ധം കൊണ്ട് പരിഹരിക്കുകയില്ല. ഞാൻ ആവർത്തിക്കാം. എന്താ കാരണം? അത് ഒരു പരിഹാരമാണ് എന്ന് തോന്നുന്ന പ്രശ്നമാണത്.
നമുക്ക് ഗാന്ധി പറയുന്ന വാക്യം എന്നാണ്, വളരെ ലളിതമാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ പോരാടാതെ നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ പോരാടാതെ. ടോക്ക് ഡോണ്ട് ഫൈറ്റ്. ഇന്നിപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു മുതലാളിയായിട്ടൊരു ഒരു തൊഴിൽ തർക്കമുണ്ട്. അവിടെ ചെന്നിട്ട് മുതലാളിയെ തല്ലാനോ കൊല്ലാനോ പോയാൽ ഈ സമരക്കാരൻ തോൽക്കും, അതെല്ലാവർക്കും അറിയുന്നതല്ലേ. അത് ചെറിയൊരു കാര്യം. അത് വീട്ടിലൊരു പ്രശ്നമുണ്ട്, അച്ഛനും മകളായിട്ടൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അമ്മായിയമ്മയും മോനോട് പ്രശ്നമുണ്ട്. പൊരുതാൻ ഇറങ്ങിയ ആൾ തോൽക്കും. അത്ര ലളിതമാണത്. ആ കാര്യം വീടിനകത്തെ കാര്യം തന്നെയാണ് നാടിനകത്തെ കാര്യം തന്നെയാണ് രാജ്യത്തിൻ്റെ മൊത്തം കാര്യത്തിലുള്ളത്. ഗാന്ധിയിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അഹിംസയുടെ പാഠമാണ് എന്ന് ഞാൻ പറയും. അത് മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഒരു പ്രായോഗികമായ വഴിയുള്ളൂ എന്നാണ് വർത്തമാനകാല ചരിത്രം, ഭൂതകാല ചരിത്രം, സാഹിത്യകൃതികൾ ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമസ്കാരം.